ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LND. നമ്മളിന്ന് 9ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റ് ആയ ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ, അതായത് അഭിന്ന ഗുണനം എന്ന പാഠഭാഗത്തിലെ പേജ് 88-ലെ 2ാമത്തെ ചോദ്യമാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം ചോദ്യം വായിക്കാം. 2ാമത്തെ ചോദ്യം: We can make a trapezium by cutting a square and an equilateral triangle with the sides twice that of square and rearrange the pieces as below. If the side of square is 2 centimeters, what is the perimeter and area of trapezium? അപ്പം ആൻസർ ചെയ്യാൻ നേരത്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം എങ്ങനെയാ ചെയ്യാൻ. 2ാമത്തെ ചോദ്യത്തിലെ ചിത്രങ്ങളാണ്, ടെക്സ്റ്റിൽ കിടക്കുന്ന ചിത്രങ്ങളാണ് വരച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ സ്ക്വയർ, സോനെ 2 ഹാഫ് ആക്കി ട്രയാങ്കിൾ ആക്കി മാറ്റിയിരിക്കും. 2 ട്രയാങ്കിൾ കൂടെ ചേരുമ്പോൾ സ്ക്വയർ. അപ്പൊ സ്ക്വയറിന്റെ സൈഡ് 2 വന്നിട്ടുണ്ട്, ഇവിടെയും 2, എല്ലായിടവും 2 ആയിരിക്കത്തില്ലേ? 2 സെന്റിമീറ്റർ, ദേ ആർ ഇൻ സെന്റിമീറ്റർ. പിന്നെ വേറെന്താ പറയുന്നുണ്ട്? ഈക്വലാറ്റർ ട്രയാങ്കിൾ. ഈ ഈക്വലാറ്റർ ട്രയാങ്കിളിന്റെ സൈഡ് എന്ന് പറയുന്നത് സ്ക്വയറിന്റെ ഡബിൾ ആണ്, സ്ക്വയറിന്റെ സൈഡിന്റെ ഡബിൾ ആണ്. അപ്പൊ ഇത് എത്ര വരും? 4 സെന്റിമീറ്റർ. ഇവിടെ മൊത്തത്തിൽ 4, അപ്പൊ ഇവിടെ 2 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, ഇവിടെ 4 സെന്റിമീറ്റർ. ഇതിനെ എല്ലാം കൂടെ ചേർത്ത് വെച്ചാണ് നമുക്ക് ട്രപ്പീസിയം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് 1, 2 ഈ 2 ഭാഗങ്ങളെ എടുത്ത് എവിടെ വെച്ചിരിക്കുന്നത്? 1, 2. പിന്നെ ഈ 2 ഭാഗങ്ങളും എടുത്ത് എവിടെ വെച്ചിരിക്കുന്നു? ഇവിടെയും ഇവിടെയും തിരിച്ച് വെച്ചിരിക്കുകയാണ്. മനസ്സിലായോ? അതായത് ഇവിടെ 90 വരുന്നത്, അപ്പോൾ ഈ സൈഡാണ് ഇവിടെ വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ചിത്രം, ഇത് സ്ക്വയറിനെ 2 ട്രയാങ്കിൾ ആക്കി മാറ്റിയിരിക്കുകയാണ്. ഇത് ഡയഗണലിന്റെ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഇവിടെ നമുക്ക് പൈതോറസ് തിയറം അപ്ലൈ ചെയ്യാം. ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അല്ലേ? ഹൈറ്റും ബേസും എല്ലാം 2 ആണ്. 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എത്ര കിട്ടും? 4 പ്ലസ് 4 ഈക്വൽസ് 8. ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ 8 ആണെങ്കിൽ ഹൈപ്പോട്ടിന്യൂസ് എത്ര? ഹൈപ്പോട്ടിന്യൂസ് ഈക്വൽസ് റൂട്ട് ഓഫ് 8. റൂട്ട് 8 നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് 4 ഇൻറ്റു 2. റൂട്ട് ഓഫ് 4 ഇൻറ്റു 2. 4ന്റെ റൂട്ട് നമുക്കറിയാം 2. റൂട്ട് 2 ആയിട്ട് എഴുതാം. 2 ഇൻറ്റു റൂട്ട് 2 ഈക്വൽസ് 2 റൂട്ട് 2 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ ഹൈപ്പോട്ടിന്യൂസിന്റെ ലെങ്ത് കിട്ടി. എത്ര കിട്ടി? 2 ഇൻറ്റു റൂട്ട് 2 ഈക്വൽസ് 2 റൂട്ട് 2 സെന്റിമീറ്റർ. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈ ട്രപ്പീസിയത്തിന്റെ പെരിമീറ്ററും ഏരിയയും കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? ട്രപ്പീസിയത്തിന്റെ പെരിമീറ്ററും ഏരിയയും കണ്ടുപിടിക്കണം. അപ്പൊ ഈ 2 റൂട്ട് 2 എവിടെ വരും നോക്കിക്കേ. എവിടെയാ വരുന്നത് 2 റൂട്ട് 2 എന്ന് പറയുന്നത്? ഇവിടെ ഇതെല്ലാം എടുത്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ വരും 2 റൂട്ട് 2 അല്ലേ? നോക്കിക്കേ, ചരിഞ്ഞിരിക്കുന്നത് 2 റൂട്ട് 90യുടെ ഓപ്പോസിറ്റ്. കണ്ടുപിടിക്കാൻ എളുപ്പം 90യുടെ ഓപ്പോസിറ്റ്. ഇവിടെ 2 റൂട്ട് 2, ഇവിടെയും 2 റൂട്ട് 2 സെന്റിമീറ്റർ. ഇനി അടുത്ത ചിത്രത്തിൽ വരാം. ഈ 2ാമത്തെ ചിത്രത്തില് വന്നാൽ ഇപ്പൊ ഇവിടെ എത്ര? 2, ഇവിടെയും 2 സെന്റിമീറ്റർ. ഈ 2ാമത്തെ ചിത്രത്തിൽ വന്നാല് ഈ ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ഈ ഹൈറ്റ് കണ്ടുപിടിക്കുന്നത് ഇവിടെയും പൈതോറസ് തിയറം തന്നെ. ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പൊ നമുക്ക് ഇതാണ് നമുക്ക് കിട്ടിയത്. എത്രയെന്ന് കിട്ടിയത്? 2 റൂട്ട് 2 സെന്റിമീറ്റർ എന്ന് കിട്ടിയത് ഈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. ഇവിടെ നമുക്ക് ഈ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഹൈപ്പോട്ടിന്യൂസ് ആണ് 90യുടെ ഓപ്പോസിറ്റ്. ഹൈപ്പോട്ടിന്യൂസ് 4 സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് ഈസ് 2 സ്ക്വയർ പ്ലസ് a സ്ക്വയർ. 16 ഈക്വൽസ് 4 പ്ലസ് a സ്ക്വയർ. അപ്പൊ a സ്ക്വയർ എത്ര കിട്ടും? 16 മൈനസ് 4 ഈക്വൽസ് 12. a ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 12. അപ്പൊ a നമുക്ക് എങ്ങനെയാ? 4 ഇൻറ്റു 3 എന്ന് എഴുതാം അല്ലേ? 4 ഇൻറ്റു 3. റൂട്ട് ഓഫ് 4. റൂട്ട് 4 ഈസ് 2 റൂട്ട് 3. അപ്പം 2 ഇൻറ്റു റൂട്ട് 3 ഈസ്
2√3 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഈ ഹൈറ്റ് ആണ്, ഈ ലെങ്ത് ആണ് നമുക്ക് എത്ര കിട്ടിയത്? 2√3 സെന്റിമീറ്റർ എന്ന് കിട്ടി ആ ഹൈറ്റ്. അപ്പൊ ഈ ഹൈറ്റ് ഈ ചിത്രത്തില് ഏത് വരും നോക്കിക്കേ. ഹൈറ്റ് എവിടെയാ വരിക? 90യുടെ ഓപ്പോസിറ്റ് 4 വരും അല്ലേ? ഇതിന്റെ അകത്ത് ചിത്രത്തില് ഹൈറ്റ് എവിടെ വരും നോക്കിക്കേ. 2√3 എവിടെ വരും? ഇതാണ് നമുക്ക് 2√3 എന്ന് കിട്ടിയത്. അപ്പൊ ഇവിടെ വരും 2√3 സെന്റിമീറ്റർ, ഇവിടെയും 2√3 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ആദ്യം പെരിമീറ്റർ കാണാം. ഈ ട്രപ്പീസിയത്തിന്റെ പെരിമീറ്ററും ഏരിയയും ആണ് കാണേണ്ടത്. ആദ്യം നമുക്ക് പെരിമീറ്റർ കാണാം. പെരിമീറ്റർ ഈക്വൽസ് എല്ലാ വശങ്ങളുടെയും കൂടെ ആകെ തുകയാണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഈ വശം ആഡ് ചെയ്യാം. 2 + 2√3 + 2 പ്ലസ് അടുത്ത് 2√2 + 2√3 + 2√2. ഇത്രയാണ് പെരിമീറ്ററിന്റെ സൈഡ്സിന്റെ സം. ഇനി നമുക്ക് ഇതങ്ങ് ആഡ് ചെയ്യാം. ഈക്വൽസ് എത്ര 2 ഉണ്ട്? 2 + 2 4 പ്ലസ് 2√3 + 2√3 എത്രയാ വരിക? 2√3 + 2√3 2√3 2√3 2 2 4. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഏതാണ്? √3 + √3 എന്ന് എഴുതും. അപ്പൊ ഇവിടെ നമുക്ക് √3 + √3 എന്ന് എഴുതും. അപ്പൊ എത്ര √3 ഉണ്ട്? 1 2 3 4. അപ്പൊ നമുക്ക് 4√3 എന്ന് എഴുതാം. പ്ലസ് 2√2 2√2 എത്രയാ? 2 2 4 4√2 ആണ്. √x + √x എന്ന് പറഞ്ഞാൽ എന്താണ്? 2√x. അതാണ് 4√2. ഇനി നമുക്ക് √2ന്റെ √3ന്റെ ഒക്കെ വാല്യൂ എടുത്ത് സിംപ്ലിഫൈ ചെയ്യാം. ഈക്വൽസ് എല്ലാത്തിലും 4 ഉണ്ട്. 4 എന്ന് കോമൺ ഫാക്ടർ ആയിട്ട് എടുക്കാം. ഇവിടെ 1 + √3 + √2 എന്ന് കിട്ടും. ഇനി നമുക്ക് √3യുടെ √2ന്റെ എല്ലാം വാല്യൂ കൊടുക്കാം. പെരിമീറ്റർ ഈക്വൽസ് 4 × 1 + √3യുടെ വാല്യൂ എന്താണ്? 1.732 പ്ലസ് √2ന്റെ വാല്യൂ 1.414 ഈക്വൽസ് 4 × ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. 1.00 1.732 1.414 6 4 11 3 + 4 4.146 എന്ന് കിട്ടും. 4 × 4.176 4.176നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 6 4 24. ഞാൻ ചെയ്ത് കാണിച്ചു തരാം. 4.176 × 4 146 146 4.146 × 4 6 4 24 2 16 + 2 18 1 5 4 4 16. നമുക്ക് എത്ര കിട്ടും? 16.584 എന്ന് കിട്ടും. 16.584 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പൊ നമുക്ക് പെരിമീറ്റർ കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ഏരിയ? ഏരിയ കാണുന്നത് എങ്ങനെയാണ്? ഒരു ട്രപ്പീസിയത്തിന്റെ ഏരിയ നോക്കിക്കേ. ഈ സൈഡും പാരലൽ സൈഡ്സ് അല്ലെ? ഇതിന് എ എന്നും ഇതിന് ബി എന്നും കൊടുക്കാം. ഇത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാരലൽ സൈഡ്സ് എച്ച്. അങ്ങനെയാണെങ്കിൽ ഏരിയ കാണുന്നത് എങ്ങനെയാ? ഏരിയ ഈക്വൽസ് half × height × sum of the parallel sides. അല്ലെങ്കിൽ half × sum of the parallel sides × distance between them. ഈ ഫോർമുല ഇങ്ങനെയും എഴുതാം. half × sum of the parallel sides × distance between them. ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഈക്വൽസ്
half into a plus b into h. അതായത് ഹാഫ് ഇൻറ്റു ഇത് നമുക്ക് എ എന്ന് കൊടുക്കുന്നത് ഈ സൈഡ് എ എന്ന് കൊടുക്കാം. ഇത് ഫുള്ള് ബി ആണ്. ഓക്കെ, ഇത് ഹൈറ്റ് എച്ച്. ഇത്രയാണ് ഹൈറ്റ് വന്നിരിക്കുന്നത് 2 സെന്റിമീറ്റർ. 2 to 2 root 2. A plus b 2 root 3 പ്ലസ് ഇത് 3 ലെങ്ത് ആഡ് ചെയ്യണം. അതായത് 2 പ്ലസ് 2 root 3 പ്ലസ് 2 ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് 2 ആണ്. ഇതാ ഈ ഹൈറ്റ് ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാരലൽ സൈഡ്സ് ഈസ് 2. അത് ഏതിൽ നിന്ന് കിട്ടുന്നത്? ഈ ട്രയാങ്കിളിന്റെ 2 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് ഹൈറ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ 2 കട്ട് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ 2 plus 2 4 പ്ലസ് 2 root 3 പ്ലസ് 2 root 3 എത്ര കിട്ടും? 4 root 3 ഈക്വൽസ് 4 ഇൻറ്റു ഇതിൽ നിന്ന് 4 കോമൺ ഫാക്ടർ 1 പ്ലസ് root 3 equal 4 into 1 plus 1.732. So 1.732 plus 1 equals 4 into 2.732. 4 into 2.732. 2.732 4 multiply by 8. 28, 29, 4 2 say 10. നമുക്ക് എത്ര കിട്ടും? 10.928 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഏരിയ ഓഫ് ട്രപ്പീസ് എത്ര കിട്ടി? 10.928 സെന്റിമീറ്റർ സ്ക്വയർ. ഏരിയ ഓഫ് ട്രപ്പീസിയം ഈക്വൽസ് 10.928 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇത് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ്. ഇനി നമ്മൾ മൂന്നാമത്തെ ചോദ്യം ചെയ്യും. മൂന്നാമത്തെ ചോദ്യം, ദ പിക്ചർ ഷോസ് ദ ഫിഗർ ഫോംഡ് ബൈ ജോയിനിങ് 2 സ്ക്വയേഴ്സ്. 2 സ്ക്വയർ ചേർത്ത് വെച്ചിരിക്കുകയാണ്. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ ബോട്ടം സൈഡ് ഓഫ് ദീസ് ഫിഗർ കറക്റ്റ് എ സെന്റിമീറ്റർ. ബോട്ടം സൈഡിന്റെ ലെങ്ത് മാത്രം നമുക്ക് കണ്ടാൽ മതി. നമുക്ക് ഈ ചോദ്യം ചെയ്യാൻ നോക്കാം. ഇതാണ് മൂന്നാമത്തെ ചോദ്യം. ഈ ബോട്ടം സൈഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനാ പറയുന്നത്. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത്. അപ്പൊ നമുക്ക് 2 സ്ക്വയർ ചേർത്ത് വെച്ചിരിക്കുകയാണ് അല്ലെ. ഈ ഓരോ സ്ക്വയറിന്റെയും ഏരിയ തന്നിട്ടുണ്ട്. ഒന്ന് 27 സ്ക്വയർ സെന്റിമീറ്റർ, മറ്റൊന്ന് 12 സ്ക്വയർ സെന്റിമീറ്റർ. അപ്പം ഇതിന്റെ എന്താണ് 1 സൈഡ് കണ്ടുപിടിച്ചാൽ പോരെ. ഇതിന്റെ 1 സൈഡ് കണ്ടുപിടിച്ച് ആഡ് ചെയ്താൽ മതിയാവും. അപ്പൊ ഇത് ഫസ്റ്റ് സ്ക്വയർ, ഇത് സെക്കൻഡ് സ്ക്വയർ. ഏരിയ ഓഫ് ഫസ്റ്റ് സ്ക്വയർ തന്നിട്ടുണ്ട്. എത്ര? 27 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ ഏരിയ എന്ന് പറയുന്ന വശം ഗുണം വശം. എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 27. Therefore A is equal to root of 27 equals root of 9 into 3 എന്ന് എഴുതാം അല്ലെ. 9 into 3 is 27. Root of 9 into root of 3. Root of 9 into root of 3 അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. Root of 3. Root 9 is 3. 3 root 3 ആണ് നമുക്ക് ഒരു സൈഡ് കിട്ടിയത്. നമുക്കിനി രണ്ടാമത്തെ സ്ക്വയർ ആണ്. ഏരിയ ഓഫ് സെക്കൻഡ് സ്ക്വയർ എത്ര തന്നിട്ടുണ്ട്? ഈക്വൽസ് 12. എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 12. എ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 12. ദാറ്റ് ഈസ് എ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4 into 3. എ ഇസ് ഈക്വൽ ടു ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് റൂട്ട് 4 into റൂട്ട് 3 എന്ന് എഴുതാം അല്ലെ. റൂട്ട് 4 ഈസ് 2. എ ഇസ് ഈക്വൽ ടു 2 root 3 സെന്റിമീറ്റർ. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ പോരെ. Therefore length of bottom side, length of bottom side equals 3 root 3 plus 2 root 3. അപ്പൊ എത്ര കിട്ടും? 5 root 3.
√3 വാല്യൂ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ കിട്ടും. 5 ഇൻറ്റു 1.7 പുറത്തോട്ട് എഴുതാം ഈക്വൽസ് 5 √3 ഈക്വൽസ് 5 ഇൻറ്റു 1.732. അപ്പോൾ 1.732 ഇൻറ്റു 5 ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും. എത്ര കിട്ടും? 1.732 ഇൻറ്റു 5 10 0 1 6 1 35 36 3 8 8.66 എന്ന് കിട്ടും. 66 ഇതാണ് യൂണിറ്റ് സെന്റിമീറ്റർ. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ ആൻസർ. അപ്പം നമ്മളിപ്പോൾ 2 ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത 3 ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ. ഓക്കെ.